ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. രാവിലെ എണീക്കണം എന്ന് വിചാരിച്ചിട്ട് അലാറമെല്ലാം വെച്ചതാണ്. പക്ഷെ കറക്റ്റ് സമയത്ത് അലാറം അടിച്ചിട്ടുണ്ടായിട്ടില്ല. ഒരു 6:15 അമ്മയാണ് വിളിച്ചിട്ടുണ്ടായത്. ഞാൻ അമ്മേനോട് അലാറം അഥവാ അടിച്ചിട്ടില്ലെങ്കിൽ അമ്മ എന്തായാലും എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അതുകൊണ്ട് തന്നെ അമ്മ എന്നെ രാവിലെ വിളിച്ച് എണീപ്പിച്ചു. ഞാൻ ലാസ്റ്റ് ഒരു വ്ളോഗ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിനി, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. ആമിയേച്ചെല്ലാം വീട്ടിലേക്ക് വന്നിട്ടുണ്ടാകുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിനി. അതിലിപ്പം ചില ഭാഗത്തൊന്നും സൗണ്ട് ഇല്ല. എന്തെന്ന് വിചാരിച്ചാൽ അതിൽ കുറച്ച് കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടായിനി. ഏത് മ്യൂസിക്കിനാണ് കോപ്പിറൈറ്റ് വന്നത് എന്ന് എനിക്കതിൽ നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ടായിട്ടാ. അപ്പോൾ ആ കോപ്പിറൈറ്റ് റിമൂവ് ആക്കാൻ വേണ്ടി ഞാനിങ്ങനെ നോക്കിയ സമയത്ത് ഞാൻ എന്തോ പിടിച്ച് ഞെക്കി. ആ പിടിച്ച് ഞെക്കിൻ്റെ പേരിൽ ചില ഭാഗത്ത് ഓഡിയോ എല്ലാം കട്ടായിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്ന ഓഡിയോയും കട്ടായിട്ടുണ്ട്. കുറേ ഓഡിയോ വോയിസ് എല്ലാം അതിൽ നിന്ന് കട്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്ളോഗ് കാണുന്നവർ മനസ്സിലാക്കുക, അത് കോപ്പിറൈറ്റ് വന്നതിൻ്റെ പേരിലാണ് ആ വോയിസ് പോയിട്ടില്ല എന്നുള്ളത്. ഞാൻ ഇന്നലെ ഒരു സിൽവറിൻ്റെ റിങ്ങും അതുപോലെ ഒരു ഹിപ്പ് ചെയിനും മേടിച്ചിട്ടുണ്ടായിനി. അതിൻ്റെ ഷോർട്സ് വീഡിയോസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അപ്പം നമ്മൾ ഈ സിൽവറെല്ലാം മേടിച്ച് കഴിഞ്ഞാടും നമ്മൾ വേഗം അത് കയ്യിലിടാൻ പാടില്ല എന്ന് പറയലുണ്ട്. ഒരു ദിവസം പൂജാമുറിയിൽ വെച്ചിട്ട് പിറ്റേ ദിവസം മാത്രമേ അത് ഇടാൻ പാടുള്ളൂ എന്ന് പറയലുണ്ട്. അതായത് കുറച്ച് വെള്ളത്തിൽ കുറച്ച് തുളസിയും കൂടി ഇട്ടിട്ട് ആ വെള്ളം ഒരു ദിവസം ആ വെള്ളത്തിലിട്ട് വെക്കണം. പിറ്റേ ദിവസം മാത്രമേ അതെടുത്തിടാൻ പാടുള്ളൂ എന്ന് പറയലുണ്ട്. ഓൾറെഡി എനിക്ക് 3 റിങ് ഉണ്ട്. അതുപോലെ തന്നെ കുറേ പേര് എനിക്ക് യൂട്യൂബിൽ അധികം ചോദിക്കുന്നൊരു കമൻറ്റാണ്, ഏച്ചിയുടെ കയ്യിലുള്ള മേലോ റിങ് ഇടുന്ന മേടിച്ചതെന്ന്. ഞാൻ ഇന്നലെ ഇട്ട ഷോർട്സ് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു റിങ് ഞാൻ തൃക്കരിപ്പൂര് അമോൾ നമ്രത എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു റിങ് മേടിച്ചിട്ട് ഏകദേശം 4-5 വർഷത്തിനടുത്ത് തന്നെ ആയി. കുറേ ആയി ഞാനത് മേടിച്ചിട്ട്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് ആ റിങ് ഇടുന്ന അടുത്തെന്നുള്ളത്. ഇപ്പോൾ ആരെ കയ്യിൽ നോക്കിയാലും ഈ ഒരു മേലു റിങ് കാണാനല്ല. ഇപ്പം എൻ്റെ വീട്ടിലായാലും എൻ്റെ കയ്യിലും അമ്മമ്മയുടെ കയ്യിലും അതുപോലെ തന്നെ സുഹൃതാട്ടൻ്റെ കയ്യിലും ഉണ്ട്. അപ്പം ഈ മേലു റിങ് നമ്മൾ ഇടയ്ക്കിടയ്ക്കേ എടുത്ത് ക്ലീൻ ആക്കണം എന്ന് പറയലുണ്ട്. അപ്പോൾ ഇന്നലെ മേടിച്ച ആ ഒരു റിങ് പൂജാമുറിയിൽ വെക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു മേലു റിങ്ങും കൂടി വെച്ചിട്ടുണ്ടായിനി. ഇന്നലെ ആ ഒരു സന്ധ്യാസമയത്ത് വിളക്ക് വെക്കുന്ന സമയത്താണ് വെച്ചിട്ടുണ്ടായത്. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ വിളക്ക് വെക്കുന്ന സമയത്ത് എടുക്കണം. അങ്ങനെ ഞാൻ വിളക്കെല്ലാം വെച്ച് ഇന്നലെ കുറേ കുന്തിരിക്കം അതുപോലെ സാമ്പ്രാണി അങ്ങനെ കുറേ ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളക്കെല്ലാം വെച്ച ശേഷം ഞാൻ കുന്തിരിക്കം സാമ്പ്രാണി ഇതെല്ലാം പുകയിച്ചു. വീട്ടിൽ വിളക്കെല്ലാം വെക്കുന്നവരാണെങ്കിൽ വിളക്ക് വെച്ചതിന് ശേഷം ഇതും കൂടി പുകയിക്കാൻ നോക്കുക. അത്രയും നല്ല അടിപൊളി സ്മെല്ലാണ്. ഇതുവരെ മേടിച്ചിട്ട് അറിയുമായിരിക്കും, എന്തായാലും ഇതെല്ലാം യൂസാക്കുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും. എന്നാലും ഇതുവരെ ഇത് മേടിച്ച് നോക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഇതെല്ലാം മേടിച്ച് വീട്ടിൽ പുകയിച്ച് കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതെല്ലാം നല്ല അടിപൊളി സ്മെല്ലുള്ള സാധനമാണ്. അതുപോലെ ഈ ഒരു ചന്ദനത്തിരിക്കും, ഈ റോസിൻ്റെ ചന്ദനത്തിരിയും നല്ല മണമാണ്. കുന്തിരിക്കും സാമ്പ്രാണിയും അതുപോലെ തന്നെ വേറൊരു സാധനം കൂടി മേടിച്ചിട്ടുണ്ടായിനി. ഏകദേശം എല്ലാത്തിനും ഒരേ സ്മെല്ല് തന്നെയാണ്. പൂജാമുറിയിൽ വെക്കാൻ പറ്റുന്ന ആ ഒരു സ്മെല്ല് തന്നെയാണ്. അങ്ങനെ ഞാനിതെല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു മണം വീടിൻ്റെ പുറത്തേക്ക് വരെ എത്തും. അത്രയും അടിപൊളിയായിട്ടുള്ളൊരു മണമാണ്. കുറേ നേരം നിൽക്കും അത്. നല്ല കുന്തിരിക്കാണെങ്കിൽ നമ്മൾ കുന്തിരിക്കെല്ലാം കത്തിച്ച് തീർന്നതിന് ശേഷവും അതെല്ലാം കത്തി തീർന്നതിന് ശേഷവും കുറച്ച് നേരം കൂടി ആ ഒരു മണം അങ്ങനെ നിൽക്കുമെന്ന് പറയലുണ്ട്. നല്ല കുന്തിരിക്കാണെങ്കിൽ ഇത് നമ്മൾ കത്തിച്ച് തീർന്നതിന് ശേഷം ആ ഒരു മണം അതുപോലെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പൂജാമുറിയിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെമ്പരത്തി കൂടി പറിച്ചു. ഇപ്പോൾ ചെമ്പരത്തിയെല്ലാം നന്ന കുറവാണ്, അല്ലെങ്കിൽ നല്ല പോലെ പിടിക്കലുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇടലും വെള്ളം കെട്ടിക്കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഈ ഒരു ചെമ്പരത്തി മരം അല്ലാണ്ട് അപ്പുറം കൂടി ഒന്നുണ്ട്. അപ്പുറം പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അവിടെ നല്ല ചളിയാണ്, നല്ല വെള്ളമാണ്, അങ്ങോട്ടേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം എനിക്ക് പറിക്കാൻ പറ്റുന്ന കുറച്ച് ചെമ്പരത്തിയും തുളസിയെല്ലാം പറിച്ചിട്ടുണ്ട്. ഇന്ന് എനിക്ക് 2 എണ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതാ ഞാൻ ആ ഒരു ചെമ്പരത്തിയാന്ന് പറഞ്ഞിട്ടുണ്ടായത്. അതിൽ കുറേ പിടിക്കും, പക്ഷെ അത് പറിക്കാൻ പറ്റൂല. എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ എനിക്ക് എന്തോരു പോലെ. അപ്പം അമ്മമ്മനെ വിളിച്ച സമയത്ത് അമ്മമ്മ പറഞ്ഞു ഞാൻ പറിക്കാം, അമ്മമ്മ കുളിക്കണത്ര, അതിന് മുന്നേ അമ്മമ്മ പറിച്ചു തരാമെന്ന് പറഞ്ഞു. ഈ ചെമ്പരത്തി മരത്തിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു കുരുവിയുണ്ട്. അതിന് കാണാൻ നല്ല ഭംഗിയാണ്. ഒന്നൊന്നല്ല, കുറേ ഉണ്ട്. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി അടുത്തേക്ക് പോകുമ്പോഴേക്കും നമ്മൾ ചെറുതായിട്ടൊന്ന് അനങ്ങിയാൽ മതി, അപ്പനത് പറക്കും. ഞാൻ കുറേ പ്രാവശ്യം അതിൻ്റെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഫോണും കൊണ്ടുപോയിന്, പക്ഷെ പറ്റിയില്ല. എന്തൊരു സമാധാനമാണെന്ന് അറിയൊരു മണത്തിന്. ഈ കുന്തിരിക്കം കത്തി തീർന്നാലും ഞാൻ പൂജാമുറിയിൽ വിളക്ക് കടത്തിയാലും ഞാൻ ഈ ഒരു മണം മണക്കാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ പൂജാമുറിയിൽ കയറിയിട്ട് മണത്ത് നോക്കലുണ്ട്. ഇത് മണത്ത് കഴിഞ്ഞാൽ എനിക്ക് എവിടുന്നില്ലാത്തൊരു എനർജി കിട്ടിയൊരു ഫീലാണ്. മുന്നേ ഉണ്ടായ കുന്തിരിക്കം അത്ര ഒരു എല്ലാ റൂമിലേക്കും അതിൻ്റെ ആ ഒരു മണം എത്തലില്ല. പക്ഷേ ഇത് ഞാൻ ഇന്നലെ മേടിച്ചാണ്. ഇതിന് നല്ലൊരു മണം. നമ്മളിപ്പം എല്ലാ റൂമിലേക്കും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ ഈ ഒരു നെഗറ്റിവിറ്റി എല്ലാം ഈ ഒരു കുന്തിരിക്കം കൊണ്ട് ഇല്ലാണ്ടാക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ ഒരു എല്ലാ റൂമിലേക്കും ഞാനത് കൊണ്ട് നടന്നു. ശരിക്കും അത് എല്ലാ റൂമിലേക്കും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എല്ലാ റൂമിലേക്കും അതിൻ്റെ ആ ഒരു മണം എത്തുന്നുണ്ട്. അത്രയും നല്ലൊരു മണം പുറത്തേക്കും അതിൻ്റെ ആ ഒരു മണം എത്തുന്നുണ്ട്. അത്യാവശ്യം നല്ല പോലെ പുകയുന്നുണ്ട്.
ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ലപോലെ പുകയുന്നുണ്ട്. ഞാൻ മുന്നേ മേടിച്ചത് ചെറുതാണ്, ഇത് കുറച്ചുകൂടി നല്ല വലുതാണ്. അതിനുള്ളിൽ വേറെ എന്തെല്ലോ സാധനങ്ങൾ വരുന്നുണ്ട്, കർപ്പൂരം അതുപോലെ തന്നെ വേറെ എന്തെല്ലോ സാധനങ്ങൾ കാണാം. അങ്ങനെ ഞാൻ കുറച്ചു നേരം പുറത്തുകൂടി ഇത് പുകയിച്ചിട്ട് നേരെ പടിഞ്ഞാറ്റിൽ കൊണ്ടുവച്ചു. ഏച്ചി യൂട്യൂബിൽ ഏണിങ്സ് കിട്ടാൻ തുടങ്ങിയോന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിലായാലും ഞാൻ കമൻസ് കാണുന്നുണ്ട്. ആ കമൻസിനൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കലില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് $100 ആയാലും മാത്രമേ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് വരാൻ തുടങ്ങൂലൂ. 100 ആയാൽ മാത്രമേ നമുക്ക് പൈസ എടുക്കാൻ പറ്റൂല, അല്ലാത്ത പക്ഷം നമുക്ക് പൈസ എടുക്കാൻ പറ്റൂല. അപ്പം എനിക്കിതുവരെ 100 ആയിട്ടില്ല, എന്നാലും 100 ആവാനായി. നിങ്ങളെല്ലാവരെയും ആ ഒരു സ്നേഹം കൊണ്ട് ഇപ്പം 100 എടുക്കാനായി. എനിക്ക് തോന്നുന്നു കൂടിപ്പോലെ ഒരു 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് ഏണിങ്സ് എൻ്റെ കയ്യിൽ കിട്ടും. ആ ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും സ്നേഹവും സപ്പോർട്ടും കൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്ര വരെ എത്താൻ പറ്റിയത്. എനിക്ക് നിങ്ങളെല്ലാവരും കമൻസിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ വീഡിയോസിൽ നിങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് നിങ്ങളെ കമൻസിൽ എനിക്ക് മനസ്സിലാവും. ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വ്യൂസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം കമൻസ് ആയാലും ഞാൻ എല്ലാ കമൻസും എടുത്ത് നോക്കലുണ്ട്. ആ കമൻറ്റ് ഇട്ട ആളാരാന്ന് ഞാൻ അക്കൗണ്ട് എടുത്ത് നോക്കലുണ്ട്. അപ്പം എനിക്കിതെല്ലാം വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങളെല്ലാം ഒരു സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. ഈ ഒരു സ്നേഹം എന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. $100 കംപ്ലീറ്റ് ആയാലും ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നതായിരിക്കും. ഞാനും ഭയങ്കരമായിട്ട് എപ്പാന്ന് $100 ആവരുതെന്ന് ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഞാൻ ദിവസം രാവിലെ എണീച്ച ഡേറ്റ് ഫസ്റ്റ് നോക്കുന്നത് ഇതായിരിക്കും. അപ്പം എന്തായാലും ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഹനുമാൻ കിരീടം പൂവിൻ്റെ മണടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓണം ഫീൽ ചെയ്യുന്നു. അങ്ങനെ കുറേ നേരം ഞാൻ അവിടെ നിന്നിട്ട് ഓണം ഓർത്തിങ്ങനെ ഇരുന്നു. എനിക്ക് പണ്ട് മുതലേ ഈ ഓണം ഭയങ്കര ഇഷ്ടമാണ്. മെയിനായിട്ട് രാവിലെ എണീച്ച് പൂവിടാനും അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കൊതു എന്നെ കുറേ നേരമായി കടിക്കുന്നു. ഇത്രയും ചോര കുടിച്ചിട്ടാകുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ മെല്ലെ അതിനെ തട്ടാൻ പോയതാണ്, പക്ഷെ തട്ടാൻ പോകുമ്പോഴേക്കും അത് പറന്നുപോയി. കുഞ്ഞാൾക്ക് നാളെ എക്സാം ആയതുകൊണ്ട് തന്നെ രാവിലെ എണീച്ചിട്ടോള് വായിക്കുകയെന്ന്. കുറച്ച് പേര് കുഞ്ഞാവ് എന്താണെന്ന് പഠിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. ഓളിപ്പം ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് PhD ക്ലാസ്സിന് പോകുന്നുണ്ട്. PG ഡിസ്റ്റൻ്റായിട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. മുന്നേ പുറത്ത് പോകുന്നതെന്ന് പറഞ്ഞതാണ്. പക്ഷെ പുറത്ത് പോകുന്നതിൽ വീട്ടിലാർക്കും താല്പര്യമില്ല. അച്ഛനായാലും അമ്മക്കായാലും ഇതുവരെ വീട് വിട്ട് നിൽക്കാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിലൊരു എതിർപ്പാണ് ഉണ്ടായത്. പിന്നെ ഓൾക്കും ഉള്ളൊരു വിഷമം പുറത്ത് പോകാൻ. അതുകൊണ്ട് തന്നെ PG ഡിസ്റ്റൻ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഒരു റിങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടായത്. ഇന്നലെ എടുത്ത റിങ് ഇതാ, ഈ ഒരു പിങ്ക് റിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ തന്നെ. അധികം ഇത് കപ്പിൾസും യൂസ് ആക്കലുണ്ടെന്ന് പറയലുണ്ട്. കപ്പിൾസിൻ്റെ കയ്യിൽ ഇതേ സെയിം റിങ് ഇപ്പം എല്ലാവരും ഇടലുണ്ടെന്ന് പറയലുണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ആണുങ്ങളെ കയ്യിലിടാൻ പറ്റിയ ഒരു റിങ്ങായിട്ട് എനിക്ക് അത്ര തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് മാത്രം മേടിച്ചു. എനിക്ക് എൻ്റെ കയ്യിലിട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിന്. അമ്മ ഇതിനിടയിൽ കൊട്ടിയൂർ പോയ സമയത്ത് ഈ ഒരു ഓടപ്പൂ മേടിച്ചിട്ടുണ്ടായിന്. ഞാൻ ഇതുവരെ കൊട്ടിയൂരേക്ക് പോയിട്ടില്ല. പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പം ഇത് അമ്മമ്മ പോയ സമയത്ത് മേടിച്ചാണ്. എന്നെങ്കിലും ഒരിക്കൽ പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഇപ്പം മനസ്സിൽ കുറേ അമ്പലമുണ്ട്. കുറേ അമ്പലം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എനിക്ക് പറശ്ശിനിയിൽ പോകണമെന്നൊരാഗ്രഹമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എത്ര പോയാലും മതി വരാത്തൊരു അമ്പലമാണ് മൂകാംബിക. എനിക്ക് എത്ര പോയാലും എനിക്ക് അവിടെ വീണ്ടും വീണ്ടും പോകാൻ തോന്നും. അതെന്തേന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് പോകാൻ പറ്റൂല എന്ന് പറയലുണ്ട്. മൂകാംബിക അമ്മയായിട്ട് തന്നെ നമ്മളെ വിളിക്കണം എന്ന് പറയലുണ്ട്. ഞാനൊരു 3-4 മാസം മുന്നേ സുഹൃത്താട്ടിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിനി നമുക്ക് മൂകാംബിക പോകാമെന്ന്. അപ്പോൾ ആ സമയത്ത് സുഹൃത്താട്ടനും ഓക്കെ പറഞ്ഞു, എന്തായാലും പോകാന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ കുറേ തിരക്ക് കാരണം അതങ്ങ് വിട്ടുപോയി. സുഹൃത്താട്ടൻ്റെ കസിൻസിൻ്റെ മാരേജായി, അങ്ങനെ കുറേ എൻ്റെ തറവാട്ടിൽ ആ സമയത്ത് തെയ്യായി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അതങ്ങ് വിട്ടുപോയി. കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിൽ നിന്ന് ഫാമിലി എല്ലാവരും കൂടി പറശ്ശിനിയിൽ പോകാമെന്നുള്ളൊരു പ്ലാനിലുണ്ടായിനി. പക്ഷെ കറക്റ്റ് സമയത്ത് തന്നെ കുഞ്ഞാവ് പീരീഡ്സായി. ഇനിയിപ്പോൾ കുഞ്ഞാവരെ പീരീഡ്സ് കഴിഞ്ഞാൽ വയ്യത്തെ തന്നെ അമ്മയായി, പിന്നെ ഞാനായി. അപ്പം ആ ഒരു ഇതുകൊണ്ട് ആ പറശ്ശിനിയിൽ പോക്ക് അങ്ങ് മുടങ്ങി. ഇനിയിപ്പോൾ എല്ലാവരും പീരീഡ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഓക്കെ ആയിട്ട് പോകണം. ഇല്ലെങ്കിൽ രാവിലെ പുലർച്ചയ്ക്ക് എണീച്ച് കുളിക്കുന്ന ഒരാളാണ് അമ്മമ്മ. പക്ഷെ ഇന്ന് കുറച്ചൊന്ന് എണീക്കാൻ ലേറ്റായിപ്പോയി. സ്വതവേ അങ്ങനെ ലേറ്റ് ആവലില്ല, പരമാവധി നേരത്തെ തന്നെ എണീക്കലുണ്ട്. ഇന്ന് എന്തേന്നറിയില്ല, ഇന്ന് അമ്മമ്മ എണീക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഈ ഒരു ചക്കക്കുരു എല്ലാം വറവാക്കാനും അതുപോലെ പുഴുങ്ങാനും അങ്ങനെയെല്ലാം അമ്മമ്മ എടുത്ത് വെച്ചാണ്. എനിക്ക് ഡെയിലി വ്ളോഗ് എടുക്കണം എന്നെല്ലാം ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാനിതുപോലെ കുക്കിംഗ് വീഡിയോസും അതുപോലെ വീട്ടിൽ നിന്നില്ലേ ഒരു വീഡിയോസൊന്നും അങ്ങനെ റീച്ച് ആവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. പക്ഷേ ഞാൻ ലാസ്റ്റ് ഇട്ട ഡൈമയിലേക്ക് വീഡിയോസെല്ലാം നല്ല വ്യൂസും അതുപോലെ നല്ല നല്ല കമൻസെല്ലാം ഉണ്ട്. അതെല്ലാം കൊണ്ട് തന്നെ എനിക്കിതുപോലെ വീട്ടിൽ നിന്നുള്ള വീഡിയോസ് ഡെയിലി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ മെയിനായിട്ട് എഡിറ്റ് ആക്കാനെല്ലാം മടിയാണ്. ഒരു ദിവസം ഫുള്ള് വീഡിയോ എടുത്താൽ പിറ്റേ ദിവസം ഫുൾ എഡിറ്റ് ആക്കാൻ ഇരിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ കുറേ കഷ്ടപ്പാടുണ്ട്. നിങ്ങളിങ്ങനെ ഇരുന്ന് കാണുന്നത് പോലെയല്ല ഇതിൻ്റെ പിന്നിലുള്ള കഷ്ടപ്പാട്. പിന്നിൽ കുറേ കഷ്ടപ്പാടുണ്ട്. പക്ഷെ എന്ത് കഷ്ടപ്പാടായാലും ഞാനത് ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത്. എനിക്ക് ഒരു യൂട്യൂബിൽ വ്ളോഗ് ഇടാനും എഡിറ്റ് ആക്കാനും അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും ഞാൻ ഇഷ്ടത്തോടെയാണ് ചെയ്യൽ.
ഞാനിപ്പോൾ കാണിച്ചത് പുളിങ്കുരു ആണ്. ഞാനിങ്ങനെ സംസാരിച്ച് വന്നപ്പോഴേക്കും വീഡിയോ അങ്ങ് പാസ്സായിപ്പോയി. ആ പുളിങ്കുരു നമുക്ക് എടുത്ത് ചുടാ, അത് വീഡിയോയിൽ ഇടാന്നെല്ലാം പറഞ്ഞിട്ട് അമ്മമ്മ എടുത്ത് വെച്ചാണ്. ഈ പുളിങ്കുരു ചുടലുണ്ട്, അതെല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പം അമ്മമ്മ എന്നിട്ട് ആ വീഡിയോ നമുക്ക് ഇടാമെന്ന് പറഞ്ഞിട്ട് അവിടെ എടുത്ത് വെച്ചാണ്. പുളിങ്കുരു കിട്ടിയതെല്ലാം വീട്ടിൽ കറിക്കെല്ലാം എടുത്ത പുളിങ്കുരു എല്ലാം അമ്മമ്മ അവിടെ നല്ല സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ വ്ളോഗ് എടുക്കുന്നതിനിടയിൽ എൻ്റെ ചാർജർ ചെറുതായിട്ടൊന്ന് പൊട്ടി. ഞാൻ കുഞ്ഞാവി ഒറ്റ ചാർജറാണ് യൂസ് ആക്കല്. മുന്നേ 2 ഉണ്ടായിനി, പക്ഷേ ഐഫോണിൻ്റെ ചാർജർ പെട്ടെന്ന് കേടായി പോവും. എനിക്ക് തോന്നുന്നു ഞാനിതിപ്പം 5ാമത്തെ ചാർജറായിട്ടാണ് ഞാൻ യൂസ് ആക്കുന്നത്. കുറേ ആയി ചാർജർ ഇങ്ങനെ മാറ്റിക്കൊണ്ട് നിൽക്കേണ്ടി വരുന്നത്. അപ്പം ചാർജർ പെട്ടെന്ന് പൊട്ടിയോണ്ട് തന്നെ ഞാൻ സുഹൃത്തായിട്ടോട് പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ചാർജർ എനിക്ക് കൊണ്ടുത്താന്ന് പറഞ്ഞു. സുഹൃത്തായിട്ടൻ ഏതായാലും നടക്കാവിലേക്ക് വരാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വരുമ്പോൾ നിങ്ങളെ ചാർജർ എടുത്തിട്ട് വാ, നിങ്ങൾ വേറെ പുതിയത് മേടിച്ചോ എന്ന് പറഞ്ഞു. എനിക്കിപ്പം ചാർജർ മേടിക്കാൻ പോകണമെങ്കിൽ പയ്യന്നൂരേക്ക് പോകണം. സുഹൃത്തായിട്ടൻ്റെ ഇവിടെ പിന്നെ പയ്യന്നൂർ തന്നെയാണ്, അവർക്ക് എപ്പോൾ വേണമെങ്കിലും പോയി മേടിക്കാം. അപ്പോൾ സുഹൃത്തായിട്ടൻ വയ്യ കൊണ്ടുത്തരാമെന്ന് പറഞ്ഞു. എനിക്കും അച്ഛനും ചായക്ക് നല്ല മധുരം വേണം. നമ്മളെ വീട്ടിൽ ലൈറ്റ് മധുരം ഇടും, പക്ഷെ എനിക്ക് അങ്ങനല്ല, എനിക്ക് നല്ല മധുരം വേണം. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാക്കും രണ്ടാമതൊന്നുകൂടി മധുരം ഇടേണ്ടി വരലുണ്ട്. രണ്ടാമതൊന്നുകൂടി അമ്മ മധുരം ഇട്ട് തരലുണ്ട്. എന്തേന്നറിയില്ല, ഈ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന ദിവസത്തിൽ എൻ്റെ വീട്ടിൽ ദോശയായിരിക്കും. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വേറെ കുറേ ചായര പലഹാരം ആക്കലുണ്ട്. ഇന്നലെ ഇഡ്ഡലിയാണ് ആക്കിയിട്ടുണ്ടായത്, മിനിയാന്ന് അതുപോലെ നൂൽപുട്ടാണ് ആക്കിയിട്ടുണ്ടായത്, എല്ലാം ആക്കലുണ്ട്. പക്ഷേ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന ദിവസം ദോശയായിരിക്കും. ഇന്ന് പിന്നെ സൺഡേ ആണ്, അപ്പം സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇന്നലെ രാത്രിക്ക് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായതാണ്, അമ്മേ നാളെ എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്ന സമയത്ത് ദോശ വേണ്ട, എല്ലാവരും വിചാരിക്കും എപ്പം എൻ്റെ വീട്ടിലെ ദോശ മാത്രമേ ഇല്ലൂ എന്ന് വിചാരിക്കും, ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായതാണ്. അപ്പം അമ്മ പറഞ്ഞു, അരി വെള്ളത്തിലിട്ട് മോളെ, നീ എന്നാൽ കുറച്ചുകൂടി നേരത്തെ പറയലല്ലേ, എന്നാൽ വേറെ എന്തെങ്കിലും ആക്കാൻ നോക്കുമായിരുന്നു, ഇതിപ്പോൾ ഞാൻ അരി വെള്ളത്തിലിട്ടു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പ്രശ്നമില്ല, ഏതായാലും അരി വെള്ളത്തിലിട്ടല്ലേ, ദോശ തന്നെ മതിയെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ദോശയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടവും. എനിക്ക് മറ്റുള്ള പലഹാരത്തിനേക്കാളും കൂടുതൽ ഇഷ്ടം ദോശയാണ്. എനിക്ക് ദോശ പൊരിച്ച് കറി ഇല്ലെങ്കിലും എനിക്ക് ദോശ നല്ലോണം പൊരിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ വീഡിയോക്ക് വേണ്ടിയിട്ട് നമുക്ക് നാളെ എന്തെങ്കിലും വെറൈറ്റി പലഹാരം ആക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോഴേക്കും നമ്മൾ രാത്രിക്ക് അരി ഇട്ടു. ഇത് മുത്താറിയുടെ ദോശയാണ്. ഞാൻ മുന്നേത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു ബ്രൗൺ കളറിൽ കാണുന്നത് മുത്താറിയാണ്, നല്ല ഹെൽത്തിയാണ്. വീട്ടിലെല്ലാവർക്കും ഈ ഒരു മുത്താറിയുടെ ദോശ ഭയങ്കര ഇഷ്ടമാണ്. മുത്താറിയുടെ ദോശ നല്ല സോഫ്റ്റാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ പോയി വിളക്ക് കടത്തി. ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ അച്ഛൻ എപ്പോൾ ഇതാ ഈ ഹുഡി ഇട്ടിട്ടാണ് നടക്കല്. ഇതേപോലത്തെ ഒന്ന് അമ്മമ്മക്കും ഉണ്ട്. ഇത് മുന്നേ നമ്മ ഊട്ടിയിൽ പോയ സമയത്ത് നമ്മൊരു ഫാമിലി ട്രിപ്പ് പോയിട്ടുണ്ടായിനി, ആ സമയത്ത് മേടിച്ചതാണ്. അപ്പം അച്ഛൻ ഈ ഹുഡിയിലിട്ട് നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എടുക്കുമ്പോളെ അച്ഛൻ ക്യാപ്പിടിട്ട് സിബിടിട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് നല്ല വൃത്തി സെറ്റായിട്ട് ഇതാ നിൽക്കുന്നുണ്ട്. അച്ഛൻ കൂടുതലും ഈ ഷർട്ട് മാത്രമേ ഇടായില്ല, ഇതുപോലെ ടീഷർട്ടെല്ലാം ഇടുന്നതെല്ലാം ഹുഡി ആയാലും ഇതുപോലത്തെ ബനിയൻ ടൈപ്പെല്ലാം ഇടുന്നത് നന്ന കുറവാണ്. ആകെ ഷർട്ട് മുണ്ട് അങ്ങനെ മാത്രമേ എടുക്കൂ. അപ്പോൾ പണ്ടെല്ലാം ഞാൻ എപ്പോൾ അച്ഛനോട് പറയാം, അച്ഛൻ പാൻറ് ഇട്, അച്ഛൻ്റെ പാൻറ് ഇട്ട് നോക്ക്, നല്ല രസമുണ്ടാകുമെന്ന് ഞാൻ പണ്ട് ഇങ്ങനെ പറയും. പക്ഷേ അച്ഛൻ പാൻറ്റിലേക്ക് മാറിയിട്ടൊന്നുമില്ല, മുണ്ട് തന്നെയാണ് പണ്ട് മുതലേ ഇഷ്ടം. ഇതെൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയാണോ അല്ല അച്ഛൻ്റെ അച്ഛനും അമ്മയാണോ കുറേ ആൾക്കാർ ചോദിക്കലുണ്ട്. ഇതെൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയാണ്. അച്ഛന് പുറത്ത് തന്നെ ഒരു മേശയുണ്ട്, ആ മേശയുടെ മുകളിൽ ഇരുന്നിട്ട് അച്ഛൻ ബുക്ക് വായിക്കലും ചോറ് കഴിക്കാനിരിക്കലും എല്ലാം പുറത്തത്തെ മേശയുടെ മുകളിൽ ഇരുന്നിട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ അച്ഛൻ പത്രം വായിക്കാനിരിക്കുമ്പോഴേക്കന്നെ താഴെ ഫുൾ ഉറുമ്പ്, കുറേ ഉറുമ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ചുമ്മണി വെച്ചിട്ട് കളയാമെന്ന് വിചാരിച്ചു. അതിനിടയിൽ എന്നെയും കുറേ കടിച്ചു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിട്ടാ, ഞാൻ ഉറുമ്പിനെ ശ്രദ്ധിക്കാണ്ട് തന്നെ അതിൻ്റെ മുകളിൽ തന്നെ നിന്ന് എന്നെയും കുറേ കടിച്ചു. ഈ ശ്വാസം മുട്ടിലവർക്കാണ് ചുമ്മണിയുടെ മണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടില്ലെന്ന് പറയലുണ്ട്. അത് സത്യമാണെന്നൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചുമണിര മണം. ഈ ചുമണിര മണം അതുപോലെ പെട്രോളിൻ്റെ മണം എനിക്കിതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ മണം അധികം മണക്കുന്നത് മോശമാണെന്ന് പറയലുണ്ട്, പക്ഷേ
എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഈ അച്ഛനെ ഉറുമ്പിനെ പൈക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചുമണി എടുത്തത്. ഞാൻ കുറേ നേരം അവിടെ നിന്ന് ആ ചുമണി ഇങ്ങനെ മണപ്പിച്ചു. കുറേ ഉറുമ്പുണ്ട് കേട്ടോ. ഇതെല്ലാം ഏടുന്നാന്ന് വന്നതെന്ന് അറിയില്ല, ഇഷ്ടം പോലെ ഉറുമ്പുണ്ട്. ഇതിനിടയിൽ ഞാൻ യൂട്യൂബിലൊരു കമൻറ്റ് കണ്ടിട്ടുണ്ട്. അതിനെ ഏച്ചിയുടെ വീടിൻ്റെ അടയെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്, കണ്ടത്തിൻ്റെ സൈഡായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് എന്നെല്ലാം. ചിലപ്പം വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് നല്ല ഭംഗിയുണ്ടാവും. ഭംഗിയാണ്, കണ്ടത്തിൻ്റെ സൈഡ് വീട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ മെയിനായിട്ടുള്ള സങ്കടം എന്ന് പറഞ്ഞാൽ ഈ ഒരു മഴക്കാലത്ത് വീടിൻ്റെ മുന്നിലെല്ലാം വെള്ളം കെട്ടി കിടക്കുന്നത് പറയുമ്പോൾ അത് ഭയങ്കര സങ്കടമാണ്. ഇത്ര നാളും അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ്. ഇപ്രാവശ്യമാണ് കുറച്ചുകൂടി അധികം ബുദ്ധിമുട്ടായത്. അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്ക് ഈ വെള്ളം കെട്ടി കിടക്കുന്നതെല്ലാം എങ്ങനെയെങ്കിലും ശരിയാക്കണം. എൻ്റെ വീട്ടിൽ മാത്രമല്ല, എൻ്റെ വീടിന് ചുറ്റുമില്ലൊരു 3-4 വീട്ടിലെങ്കിലും ഇപ്പം ഇങ്ങനെ ഇതുപോലെ വീട്ടിൽ വെള്ളം നിൽക്കുന്നുണ്ട്. അടുത്ത പ്രാവശ്യമെങ്കിലും എങ്ങനെയെങ്കിലും ഇത് ഇത്ര നാൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ട് ഇപ്രാവശ്യം പിന്നെ ഒരു വീടെല്ലാം വന്നുകൊണ്ടാണ്, വില്ലേജിൻ്റെ അപ്പുറം ഒരു വീടെല്ലാം വന്നുകൊണ്ടാണ് ഇത്രയും പ്രശ്നം വന്നത്. അപ്പം അടുത്ത പ്രാവശ്യം ഇതുപോലെ വെള്ളം കെട്ടിക്കിടക്കാണ്ടിരിക്കാൻ വേണ്ടി എന്തെങ്കിലും കല്ലോ അങ്ങനെ എന്തെങ്കിലും കെട്ടണം എന്ന് വിചാരിക്കുന്നു. കുറേ പറങ്കി വേണിച്ച് ഫ്രിഡ്ജിൽ തന്നെ ഇങ്ങനെ വെച്ചിട്ട് അതിൽ ചിലതെല്ലാം കേടായി പോയിനി. അങ്ങനെ കേടായതെല്ലാം കളഞ്ഞിട്ട് നല്ലത് മാത്രം എടുത്തിട്ട് വേർതിരിച്ച് വെച്ചു. എനിക്കാണെങ്കിൽ ചില സമയത്ത് ഈ അലക്കാൻ പോകാൻ വരെ മടിയാണ്. എന്താ ചാടെല്ലാം വെള്ളം കെട്ടി കിടക്കുന്നതുകൊണ്ട് തന്നെ അലക്കാൻ പുറത്തേക്ക് ഇറങ്ങാനെല്ലാം ഭയങ്കര മടിയാണ്. അമ്മ ഇപ്പുറത്തുനിന്ന് ദോശയാക്കുമ്പം അമ്മമ്മ അപ്പുറത്തുനിന്ന് കപ്പയാക്കുന്ന തിരക്കിലാണ്. ആദ്യം കപ്പ കഴിക്കണോ അല്ല ദോശ കഴിക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഉണ്ടായത്. ഒടുവിൽ ദോശ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് മെയിനായിട്ട് ഈ ഒരു അസിഡിറ്റിയുടെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ കപ്പയെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ തേട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ വെറുതെ എന്തിനാണ് രാവിലെ ഈ തേട്ടെല്ലാം കൊണ്ട് വരുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ദോശ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ചില സമയത്ത് എന്ത് കഴിച്ചാലും തേട്ടിപ്പോവും. എന്ത് കഴിച്ചാലും എന്ന് പറഞ്ഞാൽ ഇപ്പം പരിപ്പ് കറി, അതുപോലെ തന്നെ ഇങ്ങനെ കിഴങ്ങ് വർഗ്ഗങ്ങൾ അങ്ങനത്തെ എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ തേട്ടും. അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ തേട്ടിക്കൊണ്ടിരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛന്, അമ്മമ്മക്ക്, അച്ചച്ചന്, നമുക്ക് കുറച്ച് ആൾക്കാർക്ക് ഈ ഒരു അസിഡിറ്റിയുടെ പ്രശ്നമുണ്ട്. ജനലിലെ പുറത്തേക്ക് നോക്കുമ്പോഴേക്കും നല്ല കാറ്റാണ് ഉണ്ടായത്. ഇന്നെന്തോ ഭാഗ്യത്തിന് രാവിലെ മുതൽ അത്ര മഴ ഉണ്ടായിട്ടാണ്. രാവിലെ എണീക്കുമ്പോഴേക്ക് തന്നെ അങ്ങനെ, ഇല്ലെങ്കിൽ അധികം രാവിലെ എണീക്കുന്ന സമയത്ത് നല്ല മഴ പെയ്യലുണ്ട്. ഇന്നങ്ങനെ രാവിലെ മഴയൊന്നും ഉണ്ടായിട്ടാണ്, നല്ലൊരു കാലാവസ്ഥയാണ് ഉണ്ടായത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെറുതായിട്ട് ഇങ്ങനെ മഴ പിടിക്കാൻ തുടങ്ങിയിനി. കുഞ്ഞാവാണെങ്കിൽ രാവിലെ മുതൽ വായിക്കാൻ തുടങ്ങിയതാണ്. ഓൾക്കാണെങ്കിൽ എക്സാം ആയതുകൊണ്ട് തന്നെ കുത്തിരുന്ന് വായിക്കുന്നുണ്ട്. ഓൾക്ക് നോട്ടിൻ്റെ മുന്നിൽ ഓളെ നെയിം എഴുതണം. അപ്പം കുഞ്ഞാരുടെ ഹാൻഡ് റൈറ്റ് അത്ര ഇഷ്ടമല്ല, എൻ്റെ ഹാൻഡ് റൈറ്റ് കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു. പണ്ട് മുതൽ എൻ്റെ ഹാൻഡ് റൈറ്റ് നല്ലതാണെന്ന് എല്ലാവരും പറയലുണ്ട്. ഞാൻ കരിവള്ളൂർ സ്കൂളിലാണ് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായത്. അപ്പം ആടെയില്ല എൻ്റെ മാത്സിൻ്റെ അധികവും ടീച്ചർ നോട്ട് എഴുതിക്കൽ എന്നെ കൊണ്ടാണ്. ടീച്ചർ അധികം പറയും നിരഞ്ജനയുടെ ഹാൻഡ് റൈറ്റ് നല്ല ഭംഗിയാണെന്ന് ടീച്ചർ അധികം പറയലുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഉദയനൂർ സ്കൂളിൽ പഠിച്ച സമയത്തായാലും അവിടുന്ന് എൻ്റെ അടുത്ത് കുറേ ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ട് ഹാൻഡ് റൈറ്റ് നല്ല അടിപൊളിയാണെന്ന്. എനിക്ക് തോന്നുന്നത് അമ്മേരെ ഒരിതാണ്. അമ്മേരെ ഹാൻഡ് റൈറ്റും നല്ല അടിപൊളിയാണ്. പക്ഷെ അമ്മേരെ അത്ര ഞാൻ ഒരിക്കലും എത്തൂല. അമ്മേരെ ഹാൻഡ് റൈറ്റ് പറയുന്നത് നല്ലൊരു ഹാൻഡ് റൈറ്റാണ്. നോട്ട് കാണിച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ നോട്ട് ഓപ്പൺ ആക്കുമ്പോഴേക്കും എൻ്റെ ഹാൻഡ് റൈറ്റ് ആയിരിക്കും കാണിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അതവിടെ പൊത്തി പിടിച്ചു. പക്ഷെ അത്ര മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് നേരം കുഞ്ഞാവനോട് സംസാരിച്ച് റൂമിൽ നിന്ന് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നല്ല മഴ. പക്ഷെ ആ മഴ പെട്ടെന്ന് പോയിനി. നല്ല വെയിലും മഴയും. ഈ വെയിലും മഴയും ഒരുമിച്ചുണ്ടാകുന്ന സമയത്ത് നമ്മൾ കുറുക്കൻ്റെ കല്യാണം എന്നാണ് പറയല്. പണ്ട് മുതലേ എൻ്റെ വിശ്വാസം വെയിലും മഴയും ഒരുമിച്ച് പെയ്യുന്ന സമയത്ത് കുറുക്കൻ കല്യാണം കഴിക്കുന്നുണ്ടെന്നാണ്. ഈ ഒരു രീതിയിൽ പെയ്യുന്ന മഴ ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് വലിയ ശക്തമായിട്ടുള്ള മഴ പെയ്യാണ്ട് ഇടിയോ മിന്നലോ അതൊന്നും ഇല്ലാണ്ട് നല്ല മീഡിയം സൈസിൽ പെയ്യുന്ന മഴ. എനിക്ക് ഈ ഒരു മഴ ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
പക്ഷേ ഇടിയും മിന്നലെല്ലാം വന്നാൽ ഞാൻ വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങില്ല. വീടിനകത്തായാൽ കൂടി എനിക്ക് പേടിയാണ്. അകത്താണെങ്കിൽ ഞാൻ ആരെങ്കിലും ഒരാൾ അടുത്ത് പോയി പറ്റിയിരിക്കും. എനിക്ക് ഭയങ്കര പേടിയാണ്. ഈ കാറ്റ് വരുന്ന സമയത്ത് സ്വർണ്ണച്ചമ്പകത്തിൻ്റെ മണം ഇങ്ങനെ വരുവേ. ആ ഒരു മണം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മത്ത് പിടിപ്പിക്കുന്നൊരു മണമാണ്. അത്ര അടിപൊളി സ്മെല്ലാണ്. ഈ വെള്ളത്തിലൊരു കുഞ്ഞു മീനുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കാൻ നിന്നപ്പോഴേക്കും അത് നീന്തി അങ്ങ് പോയി. എപ്പോൾ ഒരുമിച്ചിരുന്നിട്ട് എന്തെല്ലോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കും. ഇവർക്ക് സംസാരിക്കാൻ കുറേ ഉണ്ട്. അത് എന്തെല്ലാം ഇവരിങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് പോലും ചില സമയത്ത് മനസ്സിലാവില്ല. ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അച്ഛൻ്റെ അമ്മവരപ്പുറം കിടക്കലുണ്ട് പണ്ടെല്ലാം. അപ്പം ഒരു ഉറക്ക് കഴിഞ്ഞ് ഞാൻ ഞെട്ടുമ്പോഴേക്കും ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതായിരിക്കും. അത് അമ്മമ്മ പണിക്ക് പോയിട്ടില്ല കാര്യങ്ങൾ, അച്ഛൻ പണിക്ക് പോയിട്ടില്ല കാര്യങ്ങൾ, ഇവർ രണ്ടാളും ഇരുന്നിട്ട് എന്തെല്ലോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് കാണാം. അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് അമ്മമ്മയും, അമ്മമ്മയുടെ നല്ല എന്തും ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നൊരു ബെസ്റ്റ് ഫ്രണ്ട് അച്ഛനാണെന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാളും എന്തെല്ലോ ഇങ്ങനെ സംസാരിക്കും. അപ്പം അച്ഛനായാലും ഓരോന്ന് സംസാരിക്കുന്നത് കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മമ്മക്കാണെങ്കിൽ വായി അടക്കാണ്ട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം കൊണ്ടും ഇവർ രണ്ടാളും നല്ലൊരു കപ്പിൾസാണ്. പക്ഷെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഇടയിൽ നേരെ തിരിച്ചാണ്. അച്ഛൻ നല്ലോണം സംസാരിക്കും, അമ്മക്ക് കേൾക്കാനാണ് കുറച്ചുകൂടി ഇഷ്ടം. അച്ഛനിങ്ങനെ വായി പൂട്ടാണ്ട് അമ്മയുടെ അടുത്ത് പോയിട്ട് അത് ഇത് പറഞ്ഞതൊക്കെ ഭയങ്കരമായിട്ട് സംസാരിക്കും. പക്ഷെ അമ്മ കുറച്ച് കുറവാണ്, അമ്മയ്ക്ക് ഇങ്ങനെ കേട്ടിരിക്കാനാണ് ഇഷ്ടം. പക്ഷെ എൻ്റെയും സുഹൃത്താട്ടൻ്റെ ഇടയിൽ ഞാൻ ഭയങ്കരമായിട്ട് സംസാരിക്കും, സുഹൃത്താട്ടനെ കേട്ടിരിക്കാനാണ് ഇഷ്ടം. ഇന്നുച്ചക്ക് കൂട്ടുകറി ആക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കൂട്ടുകറിക്ക് വേണ്ടിയിട്ടാണ് ഈ പച്ചക്കറികൾ മുറിച്ച് വെക്കുന്നത്. അതുപോലെ തന്നെ അച്ഛൻ ഇന്ന് ചിക്കൻ വണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛൻ ചിക്കൻ വണിക്കാൻ വേണ്ടി പോയി. അതുപോലെ തന്നെ പുളിശ്ശേരിയും കൂടി ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്വതവേ ഈ പുളിശ്ശേരി അത്ര വലിയൊരു ഇഷ്ടമല്ല. കൂട്ടും എനിക്ക് പരിപ്പ് കറിയാന്ന് ഭയങ്കര ഇഷ്ടം. പണ്ട് മുതലേ എനിക്ക് പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചില സമയത്ത് എനിക്കത് കൂട്ടിയാൽ ശരിയാവില്ല, ഈ അസിഡിറ്റിയുടെ പ്രശ്നമില്ലോണ്ട്. അതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിട്ട് എൻ്റെ ഈ ചാർജർ ചെറുങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്കതിൽ ചാർജ് കയറുന്നുണ്ടായിട്ടാ. അപ്പോൾ സുഹൃത്താട്ടൻ അവർക്ക് തിരക്കാന്ന്, അവർക്ക് വേറെ പോകാനുണ്ട്. അപ്പോൾ തിരക്കിനിടയിൽ എനിക്ക് സുഹൃത്താട്ടൻ്റെ ചാർജർ കൊണ്ടുവന്നു. സുഹൃത്താട്ടൻ്റെ ഫ്രണ്ട് മുകളിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് നേരം എൻ്റെ അപ്പുറം വീഡിയോയിൽ നിൽക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സുഹൃത്താട്ടൻ പറഞ്ഞു പറ്റൂല മണി, എനിക്ക് തിരക്കാന്ന്, വേഗം പോകണമെന്ന് പറഞ്ഞിട്ട് ചാർജർ തന്ന് കുറച്ച് നേരം സംസാരിച്ചാടും വേഗം പോയിന്. സുഹൃത്താട്ടന് വേറെ പോകാനുണ്ട്, അതുകൊണ്ട് തന്നെ അധികം നേരം വീട്ടിൽ നിൽക്കാൻ പറ്റിയിട്ടാ. അങ്ങനെ കുറച്ചേരം അവിടെ നിന്ന് വർത്താനം പറഞ്ഞിട്ട് സുഹൃത്താട്ടൻ നേരെ പോയി. സുഹൃത്താട്ടൻ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറ്റൂല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ സുഹൃത്താട്ടനോട് പറഞ്ഞു ഞാൻ എന്തായാലും മുകളിലേക്ക്, നമുക്ക് മുകളിൽ ഇട്ടയുണ്ട്, അപ്പോൾ ഇട്ടര മുകളിലേക്കാണ് സുഹൃത്താട്ടൻ വരല്. അങ്ങോട്ട് പോകണമെങ്കിൽ കുറച്ച് വെള്ളം ചവിട്ടണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ എന്തോ ആണ് സുഹൃത്താട്ട, ഇവിടെ കുളിച്ചിട്ട് ഞാൻ ഇരിക്കുമെന്ന്, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വാന്ന് പറഞ്ഞു. മെയിനായിട്ട് വീട്ടിലേക്ക് വിളിച്ചത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ വന്ന പാടും മുകളിൽ ഫ്രണ്ട് നിൽക്കുന്നുണ്ട്, തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി. അതിനിടയിൽ ലക്ഷ്മി അമ്മ വന്നിട്ടുണ്ടായിന്. കുറേ ദിവസമായല്ലോ എൻ്റെ വ്ളോഗിലെല്ലാം ലക്ഷ്മി അമ്മമ്മനെ കണ്ടിട്ട്. അപ്പം അമ്മമ്മ വരുന്ന സമയത്ത് ഈ ഒരു എള്ളുണ്ട കൊണ്ടുവന്നിട്ടുണ്ടായിന്. അമ്മമ്മരപ്പുറം കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നാൽ, അമ്മമ്മരപ്പുറം കൂട്ടായിട്ട് ഇങ്ങനെ ഇരുന്നാൽ പറയാൻ കുറേ കഥയുണ്ടാവും, കേട്ടിരിക്കാനും നല്ല രസമാണ്. ഓരോന്നിങ്ങനെ പറഞ്ഞുതരും. അങ്ങനെ ഞാനും അമ്മമ്മയും ലക്ഷ്മി അമ്മയും അമ്മയും നമ്മ എല്ലാവരും കൂടി കുറേ നേരം വർത്താനം പറഞ്ഞിങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും ഇതാ പുളിശ്ശേരിയെല്ലാം റെഡി ആയിട്ടുണ്ടായിനി. അതിനിടയിൽ കുഞ്ഞാവിയും കൂടി വന്നു വർത്താനം പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വീട്ടിൽ അച്ഛനും കൂടി വേണ്ടതാണ്. പക്ഷെ അച്ഛൻ ഇന്ന് തിരക്കായതുകൊണ്ട് തന്നെ അച്ഛനൊന്ന് നീലേശ്വരം പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിനി. അതുകൊണ്ട് തന്നെ അച്ഛൻ പോയി. കുഞ്ഞാക്കി കണ്ണിന് പോളക്കുരുവിൻ്റെത് ഈ ഒരു ഓയിൽമെൻറ്റ് ഉറ്റിക്കാനുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ ഇടയ്ക്ക് കൈ ഇങ്ങനെ വിറക്കും. എനിക്ക് സ്വതവേ എനിക്ക് കണ്ണിന് തന്നെ ഉറ്റിക്കേണ്ടത് ചിലപ്പം മൂക്കിനേക്കോ കണ്ണിൻ്റെ പുറത്തേക്കല്ലോ ആയിപ്പോവും. ചില സമയത്ത് എനിക്ക് കൈ വിറക്കും. അപ്പം കുഞ്ഞാവ് എനിക്ക് അമ്മക്ക് ആവാത്തതുകൊണ്ട് ഏച്ചി നീ എനിക്ക് കണ്ണിനുറ്റിച്ചാന്ന് പറഞ്ഞാണ്. അതാണെങ്കിൽ എൻ്റെ കൈ വിറച്ചിട്ട് എനിക്ക് ഉറ്റിക്കാൻ പറ്റുന്നേയില്ല. മെയിനായിട്ട് എനിക്ക് വിശക്കുന്നുണ്ട്. എനിക്ക് ഈ വിശപ്പ് വരുമ്പോൾ എനിക്ക് കൈ വിറക്കും. ഉറ്റിക്കേണ്ടത് സ്ഥലം കുറച്ചൊന്ന് മാറിപ്പോയി. ഇനിയിതിപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് കുഞ്ഞാക്കി ഇത് എടുത്ത് കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടായി ഡോക്ടർ. ഓൾക്കാണെങ്കിൽ ഭയങ്കര പേടി എടുത്ത് കളയുമ്പം. ഒരിക്കൽ ഓൾ ചെയ്തതാണ്, അതിൽ തന്നെ നല്ല പെയിൻ ഉണ്ടായിനി. അപ്പം ഇപ്രാവശ്യം കൂടി ഒക്കെ ചെയ്യാൻ വേണ്ടി നല്ല ടെൻഷൻ ഉണ്ട്.
ഞാനതിനിടയിൽ ഗ്രീൻ ടീ കുടിക്കുന്നു. കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ഗ്രീൻ ടീ ഞാൻ ഡെയിലി കുടിക്കലുണ്ട്. തടി കുറയാമെന്ന് മാത്രമല്ല, അല്ലാണ്ടും ഈ ഗ്രീൻ ടീ ശരീരത്തിന് നല്ലതാണെന്ന് പറയലുണ്ട്. സത്യം പറഞ്ഞാൽ അത് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഗുളിക പൊടിച്ചിട്ട പോലെയാണ്. എന്തോ എനിക്ക് ഇതിൻ്റെ രുചി എനിക്ക് ഒട്ടും പിടിക്കുകയില്ല. ഞാൻ ഈ അടുത്താണ് ഗ്രീൻ ടീ കുടിക്കാൻ തുടങ്ങിയത്. കുഞ്ഞാവി അമ്മയും മുന്നേ കുടിക്കലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ രണ്ടാളും അത്യാവശ്യം ആ ഒരു കൊഴുപ്പെല്ലാം പോയി ബോഡി ഒന്ന് സെറ്റ് ആയതാണ്. കുഞ്ഞാവ് ഇപ്പോൾ വീണ്ടും തടിച്ചു. ഇപ്പം ഇടയ്ക്ക് വീട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് വീട്ടിൽ നിന്ന് നല്ലപോലെ ഫുഡ് കഴിച്ച് ഇപ്പോൾ കുറച്ചൊന്ന് വണ്ണം വെച്ചിട്ടുണ്ട്. ഇത്ര നാളും മഴ ഉണ്ടായതുകൊണ്ട് തന്നെ ഡ്രസ്സൊന്നും നേരാമണം ഉണങ്ങുന്നുണ്ടായിട്ട് നമ്മ പുറത്തിടയില്ല. എന്താ വെച്ചാൽ അവിടെ പുറത്തിട്ടാൽ ഇതിനിടയിൽ ഞാൻ പുറത്ത് ആറിയിട്ട സമയത്ത് താഴെ തന്നെ വെള്ളമുണ്ട്. ആ ആറിയിട്ട ഡ്രസ്സെല്ലാം നേരെ ആ വെള്ളത്തിലേക്ക് വീണു. അയക്ക് പൊട്ടിയിട്ട് വെള്ളത്തിലേക്ക് വീണു. അപ്പം ഇന്ന് അമ്മമ്മ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്കെല്ലാം ടെറസിൻ്റെ മുകളിൽ ആറിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അമ്മമ്മയും കൂടി എല്ലാ ഡ്രസ്സും നേരെ ടെറസിൻ്റെ മുകളിൽ വന്നിട്ടു. മഴ ആയതുകൊണ്ട് തന്നെ ചില സമയത്തെല്ലാം ഡ്രസ്സ് ഉണങ്ങിക്കിട്ടാൻ ഭയങ്കര പണിയാണ്. അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഡ്രസ്സ് അങ്ങനെ പുറത്ത് ആറിടയില്ല. അയക്ക് പൊട്ടി വീണുകൊണ്ട് തന്നെ പുറത്ത് ആറിടാണ്ട് ആ ഹോസ്പിറ്റൽസിൻ്റെ ഉള്ളിലാണ് ആറിടൽ. പിന്നെ നല്ല വെയിലായതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു നേരെ ടെറസിൻ്റെ മുകളിൽ ഇടാമെന്ന് വിചാരിച്ചു. ടെറസിൻ്റെ മുകളിൽ ആറിയിട്ടാൽ ഒരു ഉച്ചയിലാകുമ്പോഴേക്കും ഉണങ്ങിക്കിട്ടും, പെട്ടെന്ന് ഉണങ്ങും. ഇന്ന് പിന്നെ അങ്ങനെ മഴയും ഉണ്ടായിട്ടാ. മഴ ഇടക്ക് ചെറുങ്ങനെ പെയ്തു എന്നല്ലാണ്ട് അത്ര വലിയൊരു മഴ ഉണ്ടായിട്ടാ. ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് ഉണ്ടായത്. ഒരു ഇളം വെയിലും നല്ല കാറ്റും. ഇത്ര നാളത്തെ പോലെയല്ല, ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് ഉണ്ടായത്. ഈ രാവിലെ എപ്പം ഞാൻ ആ ഒരു കോഴി കൂവുന്ന സൗണ്ട് കേൾപ്പിച്ചറിയില്ലേ, ആ കോഴി ഈ വീട്ടിലുള്ളതാണ് കേട്ടാ. ഈ വീട്ടിലെ കോഴിയാണ് ഇങ്ങനെ കൂവിക്കൊണ്ടിരിക്കല്. അത് രാവിലെ മാത്രമല്ല, ചില സമയത്ത് വൈകുന്നേരം വരെ ഇങ്ങനെ ഇടക്കിടയ്ക്ക് കൂവിക്കൊണ്ടിരിക്കും. മുന്നേ നിന്ന് അങ്ങോട്ടേക്കൊന്നും അത്ര കാട് പിടിച്ചിട്ടുണ്ടായിട്ടാ. ഇപ്പം നല്ലോണം കാട് പിടിച്ചു. അധികം ഈ ഞായറാഴ്ച ദിവസം വീട്ടിൽ ചിക്കൻ മേടിക്കും. വീട്ടിലെല്ലാവരും ഇല്ലതല്ല, അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ദിവസം അധികം വീട്ടിൽ ചിക്കൻ മേടിക്കും. അങ്ങനെ ചിക്കൻ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് അത്ര ചിക്കൻ കറീനോട് അത്ര വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ. എനിക്ക് പൊരിച്ചാൽ ഇഷ്ടമാണ്, പക്ഷേ ചിക്കൻ കറി എനിക്ക് അത്ര വലിയൊരു ഇഷ്ടമല്ല. അങ്ങനെ കൂട്ടുകറിയും റെഡി ആയിട്ടുണ്ട്, പുളിശ്ശേരിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോയി ചോറ് കഴിച്ചാലോ. പുളിശ്ശേരി, ചിക്കൻ കറി, പയറ് കറി, കൂട്ടുകറി, അതുപോലെ മീൻകറി എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മീൻകറി എടുത്തിട്ടുണ്ടായിട്ടാ. അങ്ങനെ എല്ലാ കറിയും കൂടി ആയി. അപ്പം അമ്മ പറയുന്നുണ്ട് പപ്പടത്തിൻ്റെയും കൂടി ഒരു കുറവില്ലല്ലോ. പപ്പടം ഇന്നലെ വേണിക്കണം എന്ന് വിചാരിച്ചതാണേ പുറത്ത് പോയ സമയത്ത്, പക്ഷെ അതങ്ങ് അതിൽ തന്നെ വിട്ടുപോയി. നമ്മളെ വീട്ടിൽ ഡെയിലി മീൻകറി എന്തായാലും നിർബന്ധമാണ്. അതിപ്പം അച്ഛനായാലും അമ്മമ്മക്ക്, അച്ഛന്, ഇവർക്ക് മീൻകറി എന്തായാലും വേണം. എനിക്ക് കുഞ്ഞാൾക്ക് അമ്മക്ക് മീൻകറി അത്ര ഒരു നിർബന്ധമില്ല. പൊരിച്ചാൽ കഴിക്കും എന്നല്ലാണ്ട് കറി അത്ര ഇഷ്ടമല്ല. എനിക്ക് മീൻകറി ഇഷ്ടമാണ്, അത് എനിക്ക് ദോശക്ക് ഇഷ്ടമാണ്, അല്ലാണ്ട് ചോറിന് അത്ര ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഒരു വറവും എന്തായാലും വേണം. അതിപ്പം പയറ് വറവ്, അതുപോലെ തന്നെ വെണ്ടക്ക വറവ്, വഴുതന, അങ്ങനെ എന്തെങ്കിലും ആയിട്ടൊരു വറവും വീട്ടിൽ വേണം. എനിക്ക് പിന്നെ ഈ വറവൊന്നും വേണമെന്ന് അത്ര വലിയ നിർബന്ധമൊന്നുമില്ല. എനിക്കങ്ങനെ അത്ര ഇഷ്ടമല്ല ഈ വറവ് എന്ന് പറഞ്ഞാൽ. തോരൻ കേട്ടോ, നിങ്ങളുടെ അടുത്തെല്ലാം തോരൻ എന്നാന്ന് തോന്നുന്നു പറയല്. പയറ് തോരൻ, വെണ്ടക്ക തോരൻ, നമ്മളെടുക്ക് വറവ് എന്നാണ് പറയല്. ഞാൻ ചിലവരെ വായിൽ നിന്ന് ഈ തോരൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ നല്ല ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും കൂടി എടുത്തിട്ടുണ്ട്. അമ്മ ചോറിട്ടിരുന്ന സമയത്ത് നല്ലോണം ചോറിട്ടരും. അപ്പം ഞാനതങ്ങനെ ശ്രദ്ധിക്കുകയില്ല. കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അതിൽ നിന്ന് കുറച്ച് അതിലേക്ക് തന്നെ തട്ടി. അങ്ങനെ ചോറിലെടുത്തതിന് ശേഷം കൊണ്ട് അമ്മമ്മ അറിയുന്ന നമ്മളെ കപ്പ കൂടി ഉണ്ട്, കപ്പ കൂടി അതിലിടുന്നു. അങ്ങനെ കപ്പ കൂടി എടുത്തിട്ടിട്ടുണ്ട്. ഈ കപ്പ കഞ്ഞീരപ്പരം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കപ്പയും കഞ്ഞിയും നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി പുറത്തിരുന്ന് ചോറ് കഴിച്ചു. കുഞ്ഞാവ് നേരത്തെ ചോറ് കഴിച്ചിട്ടുണ്ടായിനി. ഓൾ നേരത്തെ ചോറ് കഴിക്കും കേട്ടോ. അവൾക്കൊരു ടൈം എന്ന് പറയുന്നത് ഓളൊരു 1 മണിയെല്ലാം ആകുമ്പോഴേക്കും, 1 മണി 1:30 ആകുമ്പോഴേക്കും ഓൾ ചോറെടുത്ത് കഴിക്കും. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ കുറേ വൈകലുണ്ട്. എനിക്ക് ഏതെല്ലോ സമയത്താണ് ഞാൻ ചോറ് കഴിക്കൽ. അങ്ങനെ നമ്മൾ ഓരോ വർത്താനം പറഞ്ഞ് അവിടെ ഇരുന്ന് ചോറ് കഴിച്ചു. ഇന്ന് എന്തേ ആ കാക്ക വരാത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പുറത്ത് ചോറയ്ക്കാൻ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ കാക്കയും കൂടി വരും. അതിപ്പോൾ പുറത്തു നിന്നല്ല, അടുക്കളയിലേക്കാണെങ്കിലും ആ ജനലിൻ്റെ അതിലേ നമ്മളെങ്ങനെ വിളിക്കും.
ഇന്ന് കണ്ടിട്ടേ ഇല്ല. ഒരു ഉച്ചയിലാകുമ്പം എൻ്റെ അനിയത്തിമാർ വന്നിട്ടുണ്ടായിനി. അങ്ങനെ കുറേ നേരം അവരോട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. നമുക്ക് എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്, അതായത് ബീച്ചോ അല്ല എവിടെയെങ്കിലും വെള്ളച്ചാട്ടത്തിലോ നമുക്ക് എവിടെയെങ്കിലും പോവാന്ന് പറഞ്ഞിട്ടാണ് രണ്ടും വരുന്നത്. അപ്പോഴേക്കന്നെ കുഞ്ഞാവക്ക് എക്സാം ആയിരിക്കും. ഇവർ ഒരാൾ 10ലും ഒരാൾ +2ലും ആണ്. അപ്പോൾ ഇവർക്ക് ഞായറാഴ്ച മാത്രമേ ലീവുള്ളൂ. ഞായറാഴ്ചയും ലീവില്ല, വൈകുന്നേരം കുറച്ച് നേരം ടൈം കിട്ടും തോന്നുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോവാം ചേച്ചി എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാളും വരുന്നത്. അപ്പോഴേക്കന്നെ കുഞ്ഞാവക്ക് എന്തെങ്കിലുമായിട്ട് പണി കിട്ടിയിട്ടുണ്ടാവും. ഒന്നുകിൽ എക്സാം ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തിരക്കുണ്ടാവും. അപ്പോൾ ഞാൻ ഓക്കെയാണെന്നുണ്ടായത്. കുഞ്ഞാവ് പറഞ്ഞു എനിക്ക് എന്തായാലും പറ്റും തോന്നില്ല, എനിക്ക് നാളെ എന്തായാലും എക്സാം ഇപ്പോൾ പഠിക്കാണ്ട് ശരിയാവില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത ഞായറാഴ്ച ആയിട്ടും നോക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. കുഞ്ഞാവരെ ഈ ക്ലാസ്സിൻ്റെ കാര്യം നോക്കിയിട്ട് അടുത്ത ഞായറാഴ്ച എല്ലാവർക്കും പോകാമെന്നുള്ള പ്ലാനിലുണ്ട്. നടക്കുമെന്ന് അറിയില്ല. നമ്മൾ അധികം പ്ലാൻ ഇടും, പക്ഷെ ഒന്നും നടക്കൂല. കുറേ പ്ലാൻ ഉണ്ടാവും, പക്ഷെ ഒന്നും നടക്കൂല. അങ്ങനെ കുറേ നേരം ആടെ ഇരുന്ന് ഓരോ വർത്താനം പറഞ്ഞിട്ട് രണ്ടും കൂടി അതാ പോയി. ആ കണ്ടത്തിലെല്ലാം നല്ലവണ്ണം വെള്ളം കെട്ടി കിടക്കുന്നതുകൊണ്ട് തന്നെ താഴെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതാണ് അവർ ആ മതിലിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് പോകുന്നത്. അടുത്ത് തന്നെയാണ് വീട്, എല്ലാവരുടെ വീടും അടുത്തടുത്ത് തന്നെയാണ്. ഇവർ രണ്ടാളും എൻ്റെ അച്ഛൻ്റെ കസിൻസിൻ്റെ മക്കളാണ്. അതിലൊരാൾ അച്ഛൻ്റെ അനിയത്തിയുടെ മോള്, മറ്റേയാൾ അച്ഛൻ്റെ ഏട്ടൻ്റെ മോള്. അച്ഛനാണെങ്കിൽ ചൂടുവെള്ളം വെക്കുന്ന തിരക്കാണ്. അച്ഛൻ നേരത്തെ കുളിക്കും, മേത്ത് ഫുള്ള് കുഴമ്പാണ് കേട്ടോ. അച്ഛൻ പണ്ട് മുതലേ ഈ മേലും കൈയും വേദനക്ക് ഈ കുഴമ്പ് തേക്കുന്നത് കാണാം. കുഴമ്പും തേച്ച് നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കും. ചെറിയ ചൂടൊന്നുമല്ല കേട്ടോ, നല്ല ചൂടുവെള്ളത്തിലാണ് കുളിക്കലതാ. അപ്പം അച്ഛൻ അധികവും ഈ മേലും കൈയും വേദനക്കെല്ലാം ആയുർവേദത്തിലാണ് കാണിക്കല്. അപ്പോൾ ആടെ നിന്ന് കിട്ടുന്ന ഈ ഒരു കുഴമ്പാണ്. പണ്ട് മുതലേ അച്ഛൻ ഇത് തേച്ചിനാണ് കുളിക്കല്. അങ്ങനെ ഞാനും കൂടി കുളിക്കാമെന്ന് വിചാരിച്ചു. ഒരു സന്ധ്യ ആകുമ്പം ഞാൻ നേരെ പോയി കുളിച്ചു. അപ്പോഴേക്കും അമ്മമ്മ ചായക്ക് പലഹാരമായിട്ട് വന്നിട്ടുണ്ടായിനി. പീടിയിൽ പോയി കുറേ ചായയുടെ പലഹാരവും മേടിച്ചിട്ട് വന്നു. അമ്മമ്മ പീടിയിൽ പോകുന്നുണ്ടെങ്കിൽ ആ പീടിയത്തെ പകുതി സാധനവും മേടിച്ചിട്ടായിരിക്കും അമ്മമ്മ വരുന്നത്. ചില സമയത്ത് ഇതിനേക്കാളും സാധനങ്ങൾ മേടിച്ചിട്ട് വരും. അമ്മമ്മ പോകുമ്പോൾ എല്ലാം മേടിച്ചിട്ട് തന്നെ ആയിരിക്കും വരല്. അങ്ങനെ ഞാനും ഇതാ കുളിച്ചിട്ടുണ്ട്. ഞാൻ തല കുളിച്ചിട്ടുണ്ടായിട്ട്, രാവിലെ അല്ലേ തല കുളിച്ചത്. അപ്പോൾ വൈകുന്നേരം കുളിക്കണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ അധികം തല കുളിക്കുന്നത് മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട് കൂടുന്ന് പറയലുണ്ട്. ഞാൻ പണ്ടെല്ലാം ഡെയിലി തല കുളിക്കും. എനിക്ക് തല കുളിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ശരിയാവുകയില്ല. രാവിലെ അധികം ഞാൻ തല കുളിക്കും. പക്ഷെ ഇപ്പം ഞാൻ ചില സമയത്തെല്ലാം ഞാൻ ഒന്നരാടെ തല കുളിക്കലില്ലു. വൈകുന്നേരം അമ്മ ഉപ്മാവ് ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. എനിക്ക് ഉപ്മാവ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അമ്മ പറഞ്ഞു ഉപ്മാവ് ആക്കിത്തരാ പറഞ്ഞു. അതിനിടയിൽ ഞാനൊരു നബാട്ടി കൂടി കഴിച്ചു. എനിക്ക് ഈ നബാട്ടി ഭയങ്കര ഇഷ്ടമാണ്. മഞ്ഞ നബാട്ടി ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഈ ഒരു ബ്രൗൺ കളർ ചോക്ലേറ്റിൻ്റെ നബാട്ടിയാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ചോക്ലേറ്റിൻ്റെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. മഞ്ഞാന്ന് മേടിച്ചെങ്കിൽ ഞാനത് കഴിക്കുകയില്ല. എനിക്ക് മഞ്ഞ ഒട്ടും ഇഷ്ടമല്ല. വീട്ടിൽ അമ്മക്കും കുഞ്ഞാക്കെല്ലാം മഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്, മഞ്ഞ നബാട്ടി. എനിക്ക് മഞ്ഞ ഒട്ടും ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മൈഗ്രെയിൻ്റെ ഒരു തലവേദന പോലെ. എനിക്ക് കുറേ നാളില്ലാത്തതാണത്. പണ്ടെല്ലാം അടുപ്പിച്ചടുപ്പിച്ചുണ്ടാവലുണ്ട്. ആ സമയത്ത് ഞാനിങ്ങനെ വൊമിറ്റ് ചെയ്യും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ ഒരു മൈഗ്രെയിൻ്റെ തലവേദന ഇല്ലാത്തതാണ്. ഇന്ന് എന്തേന്ന് അറിയില്ല, ചെറുതായിട്ടൊരു തലവേദന പോലെ വന്നു. ഇതിനിടയിലും ഉണ്ടായിനി, അത് പെട്ടെന്ന് പോയിനി. എനിക്കാണെങ്കിൽ തലവേദന വരുന്ന സമയത്ത് പെയിൻ കില്ലർ ഇല്ലാണ്ട് ശരിയാവുകയില്ല. പണ്ടെല്ലാം ഞാൻ ഈ പെയിൻ കില്ലർ എടുത്ത് കഴിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയെല്ലാം കുറേ ചീത്ത പറയും. പെയിൻ കില്ലർ ഇങ്ങനെ നമ്മ തന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയി മേടിച്ച് കഴിക്കുന്നത് ഏറ്റവും മോശമാണ്. ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ തരുന്ന ഗുളികയാണെങ്കിൽ ഓക്കെ, പക്ഷേ ഞാനിങ്ങനെ ഈ വേദനയുടെ ഗുളിക ഞാൻ എടുത്ത് കഴിക്കും. അപ്പോൾ വീട്ടിൽ നിന്ന് കുറേ ചീത്ത കിട്ടും. ഇപ്പം ഞാൻ പരമാവധി പെയിൻ കില്ലർ അങ്ങനെ കഴിക്കലില്ല. വേദന വന്നാലും ഞാൻ സഹിച്ച് പിടിക്കും. വൊമിറ്റ് ചെയ്തിട്ട് ആ വേദന പോകുന്നുണ്ടെങ്കിൽ പോട്ടെന്ന് വിചാരിക്കും. എനിക്ക് വൊമിറ്റ് ചെയ്യാനും എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് ഇഷ്ടമല്ല വൊമിറ്റ് ചെയ്യുന്നത്. ഭയങ്കര എന്തോ ഒരു അസ്വസ്ഥത പോലെയാണ്. അപ്പോൾ എനിക്ക് തലവേദനയെക്കാളും ഡേഞ്ചറായിട്ട് തോന്നില്ല ഞാൻ വൊമിറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് വൊമിറ്റ് ചെയ്യുന്ന എനിക്ക് ഒട്ടും എനിക്കിഷ്ടമല്ല. അപ്പോൾ വൊമിറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പെയിൻ കില്ലർ കഴിക്കും. പിന്നെ ആ വേദനയും കൂടി ഉണ്ട്. ആ വേദനയും കൂടി ഓർത്തിട്ട് തന്നെയാണ് ഞാനിത് കഴിക്കല്. പക്ഷെ ഇപ്പം ഞാൻ കുറേ ദിവസമായിട്ട് പെയിൻ കില്ലർ കഴിക്കില്ല. അമ്മ ഇതിനിടയിൽ ഒരു മണക്കുന്നൊരു സാധനം മേടിച്ചിട്ടുണ്ടായിനി. അതായത് തലവേദന എല്ലാം പോകാൻ വേണ്ടിയിട്ട് കയ്യിൽ ആ ഒരു അത്ര പോലത്തെ ഒരു കുപ്പിയിൽ അത് കയ്യിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് കൈ ഫുള്ള് നല്ലോണം തിരുമ്മിയിട്ട് അത് മണപ്പിക്കൽ. അപ്പോൾ ആ സമയത്ത് തലവേദന കുറച്ചൊന്ന് കുറയും. ആ സാധനം ഞാൻ രാവിലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിനി. കയ്യിലാക്കിയിട്ട് കുറേ നേരം ഇങ്ങനെ കൈ തിരുമ്മിയിട്ട് കുറേ ശക്തമായിട്ട് മണപ്പിച്ച്. അപ്പോൾ കുറച്ച് കുറവുണ്ടായിനി. പിന്നെ അതിന് ശേഷം അത് മണപ്പിക്കുന്ന സമയത്ത് അത് എൻ്റെ മൂക്കിനായി ചെറുതായിട്ട്. മൂക്കിനായതിന് ശേഷം എനിക്ക് ഭയങ്കര പുകച്ചിൽ, മൂക്ക് ഫുള്ള് പുകച്ചിൽ. തലവേദനയായി, ഈ മൂക്ക് പുകച്ചിലായി, എല്ലാം കൂടി ആകെ അസ്വസ്ഥത പോലെയാണ് ഉണ്ടായത്. ഇതിനിടയിൽ ഈ ഒരു കണ്ടത്തിൽ കുറേ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടായിനെ. അതാണെങ്കിൽ അങ്ങോട്ടേക്ക് ഒഴുകി പോന്നേ ഉണ്ടായിട്ടാ. എന്നിട്ട് അപ്പുറം വീട്ടിൽ ഏട്ടനെല്ലാം കൂടിയിട്ട് അതിലെ ഒരു ചാല് പോലെ ആക്കിയിട്ട് വെള്ളം അങ്ങോട്ടേക്ക് ഒഴുക്കി വിട്ടു. എന്നാലും ഫുള്ളായിട്ട് പോയിട്ടില്ല, കുറച്ചുകൂടി കെട്ടി കിടക്കുന്നുണ്ട്.
എനിക്കിന്ന് ഉപ്പുമാവ് കഴിക്കണം എന്നാണ് ആഗ്രഹം ഉണ്ടായത്. കുഞ്ഞാവക്കാണെങ്കിൽ തരിപ്പായസം കഴിക്കണം എന്ന് ആഗ്രഹം. അപ്പം അമ്മ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, തരിപ്പായസം അമ്മ ഉണ്ടാക്കി തരാൻ പറ, ഞാൻ ഉപ്പുമാവാക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മമ്മ കടയിൽ പോയിട്ട് കുറേ സാധനം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിനി. കുഞ്ഞാക്ക് ഈ മധുരമുള്ള സാധനമാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം. നബാട്ടി പഴം എല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിനി, നുറുക്ക്, റസ്ക്. അപ്പോൾ കുഞ്ഞാവ് വിചാരിച്ചു ഏതായാലും തരിപ്പായസം ആക്കണ്ട, ഇതന്നെ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഓൾ ഉപ്പുമാവ് അങ്ങനെ അത്ര കഴിക്കുകയില്ല. ഉപ്പുമാവ് എനിക്കും അമ്മക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സമയമാകുമ്പോഴേക്കും എനിക്ക് തലവേദന കുറച്ചുകൂടി കൂടി. എനിക്കാണെങ്കിൽ പിന്നെ ഫോൺ നോക്കാൻ വരെ പറ്റാത്തൊരവസ്ഥയായി. അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞാലോ എന്ന് തന്നെ ഉണ്ടായിനി, എനിക്കൊരു തലവേദനയുടെ പെയിൻ കില്ലർ മേടിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അച്ഛൻ എന്തായാലും മേടിച്ചിട്ടില്ല. മുന്നേ ഞാൻ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിനി. ഹോസ്പിറ്റലിൽ കാണിച്ച് ഞാൻ കുറേ ദിവസം ഗുളികയും കഴിച്ചിന്, എന്നിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് തോന്നി ഈ മൈഗ്രെയിനൊന്നും ഒരിക്കലും പോവില്ല തോന്നുന്നു. നല്ല വേദന വന്ന സമയത്ത് ഒരിക്കൽ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് അവിടുന്ന് ഇഞ്ചക്ഷനെല്ലാം വെച്ച് അപ്പം എനിക്ക് കുറഞ്ഞിട്ടുണ്ടായത്. അല്ലാണ്ട് തന്നെ ഈ വേദന കുറയാൻ ഞാൻ കുറേ ഡോക്ടറെ കാണിച്ചതിന് ഒരു കുറവും ഉണ്ടായിട്ടാ. ഇതൊന്നും ഒരിക്കലും പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മൈഗ്രെയിൻ വന്നിട്ട് ആർക്കെങ്കിലും പൂർണ്ണമായിട്ട് പോയ ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് വന്നവർക്ക് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുമല്ലോ. ഇപ്പം ആയിട്ട് കുഞ്ഞാവക്കും വരുന്നുണ്ട് മൈഗ്രെയിൻ. ഇതിനിടയിലുള്ള തലവേദന എടുത്തിട്ട് എന്തെല്ലോ കളിച്ചു കൂട്ടുന്നുണ്ടായിനി. തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുകയില്ല, അത്രയും വേദന. അതിങ്ങനെ തല എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കണം എന്ന് തോന്നും, അങ്ങനത്തെ ഒരു വേദനയാണ്. ഒരു സന്ധ്യ ആകുമ്പം ഞാൻ നേരെ പോയി വിളക്ക് വെച്ചു. ഈ മൈഗ്രെയിൻ ഉള്ളവർക്ക് ചില സമയത്ത് ഇളം വെയിൽ പറ്റൂല, അതുപോലെ തന്നെ അധിക നേരം ഫോണിൽ നോക്കിയിരിക്കാൻ പറ്റൂല. എനിക്ക് ഈ ഫോൺ നോക്കുന്നതിൽ എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചില സമയത്ത് എനിക്ക് വെയിൽ കൊണ്ടാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും. വൈകുന്നേരത്തെ വെയിൽ ചില സമയത്ത്, എല്ലാ നേരവും ഇല്ല, ചില സമയത്ത് വെയിൽ കൊണ്ടാൽ ചെറിയൊരു വേദന പോലെ വരും. അങ്ങനെ എനിക്ക് ഇടയ്ക്കിടയ്ക്കേ ഉണ്ടാവലൊന്നുമില്ല, എപ്പെങ്കിലായിട്ട് വരും. എപ്പെങ്കിലായിട്ടൊരു ഈ ഒരു വേദന വരും. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും. ചില സമയത്ത് ഇരുട്ട് റൂമിൽ ഇങ്ങനെ ഇരിക്കാൻ തോന്നും, ആരോടും മിണ്ടാണ്ട്. സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ദേഷ്യം വരും. എന്തോ ഭാഗ്യത്തിന് പണ്ടത്തെ അത്രയും എനിക്കിപ്പോൾ ഇല്ല തോന്നുന്നുണ്ട്. പണ്ടെല്ലാം ഞാൻ കരയലുണ്ട് വേദന കൊണ്ട്. ചില സമയത്ത് അത്രയും വേദനയാണ്. അപ്പം ഞാൻ ഇരുട്ട് റൂമിൽ തന്നെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് പണ്ടെല്ലാം. ഇപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ എനിക്കില്ല, പണ്ടത്തെ അത്ര ബുദ്ധിമുട്ട് ഇപ്പോൾ ഇല്ല. ഇപ്പം എനിക്ക് പ്രായം തോറും കുറയുന്നുണ്ടെന്നാണ് തോന്നുന്നത്. എന്നാലും ഈ ഒരു വേദന ആയാലും സഹിക്കാൻ പറ്റൂല. ചില സമയത്ത് ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. പക്ഷെ പണ്ടത്തെ അത്ര കരയിലൊന്നുമില്ല ഇപ്പം മനസ്സിലായല്ല, അതുകൊണ്ട് ഞാൻ പിടിച്ചു വെക്കും പരമാവധി. അങ്ങനെ വിളക്കും വെച്ച ശേഷം കുറേ നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. നല്ല ദൈവവിശ്വാസിയാണല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ അതെ, ഏതോ ഒരു ശക്തി ഉണ്ട്. അതെനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മ എന്തും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് നമ്മൾ ദൈവത്തിന് ദിവസം ആഗ്രഹം വിചാരിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു കാലത്ത് അതെന്തായാലും നടത്തിത്തരും എന്നുള്ളത് എൻ്റെ ഉള്ളിലൊരു വിശ്വാസമാണ്. എന്ത് കാര്യവും നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു നാൾ എന്തായാലും നമുക്കത് നേടിയെടുക്കാൻ പറ്റും. ഇതിപ്പം ഏത് ശക്തിയാണെന്ന് അറിയില്ല, ഈ യൂണിവേഴ്സിറ്റിയിലെ ഏതോ ഒരു ശക്തി. ഞാനിപ്പം എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദൈവത്തിലും വിശ്വസിക്കുന്നുണ്ട്. അതിപ്പം ക്രിസ്ത്യൻസിലായാലും മുസ്ലിംസിലായാലും ഹിന്ദുക്കളിലായാലും എല്ലാ ദൈവത്തിനെയും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ദൈവം എന്നല്ല, നമ്മളുള്ളിൽ എന്തും നേടിയെടുക്കണം എന്നില്ല ഒരു വിശ്വാസം നമ്മളുള്ളിലുണ്ടെങ്കിൽ എന്തായാലും ഒരു നാളത് നേടിയെടുക്കാൻ പറ്റും. ഒരിക്കലും നമ്മളുള്ളിൽ നെഗറ്റീവ് ചിന്ത കൊണ്ടുവരാൻ പാടില്ല. പോസിറ്റീവായിട്ടുള്ള ചിന്തകളല്ലാണ്ട് നെഗറ്റീവായിട്ട് ചിന്തിച്ചാൽ തന്നെ ചിലപ്പോൾ നമ്മൾ തളർന്നു പോകും. അതുകൊണ്ട് നെഗറ്റീവ് ചിന്തയെല്ലാം അങ്ങ് മാറ്റിയിട്ട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. എന്തായാലും ഒരു നാൾ നമ്മുടെ ലൈഫ് രക്ഷപ്പെടും. നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാൻ പറ്റും. ആ ഒരു ചിന്തയിൽ തന്നെ മുന്നോട്ട് പോവാം. നെഗറ്റീവായിട്ടുള്ള ചിന്തയെല്ലാം അങ്ങ് എടുത്ത് കളഞ്ഞിട്ട് നല്ല പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് കുറേ ആൾക്കാർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നെഗറ്റീവായിട്ടില്ലേ എന്നെ വേദനിപ്പിക്കുന്ന തരത്തിൽ എല്ലാ പ്രവൃത്തികൾ ചെയ്യുന്ന കുറേ ആൾക്കാരെ ഞാനായിട്ട് തന്നെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് ഭയങ്കര സമാധാനമുണ്ട്. എനിക്ക് വേണ്ട കുറച്ച് ആൾക്കാരായി. അങ്ങനെ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അന്ന് ഞാൻ കുറി വെച്ചത് ഞാൻ കണ്ടത് നല്ല വലുതായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഞാൻ അതിനുള്ളിൽ പടിഞ്ഞാറ്റിൽ ഞാൻ ഇങ്ങനെയായിരിക്കും വെക്കുന്നത്. സിന്ദൂരായാലും ഞാൻ ഇങ്ങനെയായിരിക്കും വെക്കൽ. ഇറങ്ങിയിട്ടാണ് ഞാൻ ശ്രദ്ധിക്കൽ. അച്ഛനാണെങ്കിൽ അകത്ത് നല്ല വലുതായിട്ട് ഭക്തിയാനം വെച്ചിട്ടുണ്ട്. അതിപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്താൽ കോപ്പിറൈറ്റ് വന്നു പോകും. നല്ല രസമാണ് ഈ ഒരു സമയത്ത് വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം കുറേ നേരം ഇങ്ങനെ ഭക്തിഗാനം കേട്ടിരിക്കാൻ. അങ്ങനെ കുറേ നേരം ഞാനും അച്ഛൻ്റെ അപ്പുറം ഭക്തിഗാനം ഇങ്ങനെ കേട്ടിരുന്നു. അപ്പോഴേക്കും അമ്മ ഉപ്മാവ് റെഡിയാക്കിയിട്ടുണ്ടായിനി. ഇനി നമുക്ക് നേരെ പോയി ഉപ്മാവ് കഴിക്കാം. രാത്രി വരെ വ്ളോഗ് എടുക്കണം എന്ന് എൻ്റെ മൈൻഡിലുണ്ടായിനി. പക്ഷേ ഈ ഒരു സമയത്ത് എനിക്ക് തലവേദന ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിട്ടാ.
അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ചിലപ്പം ഉറങ്ങിക്കഴിഞ്ഞാലും നേരെയാവുമായിരിക്കും. ഞാൻ ഇന്നലെ രാത്രിക്ക് കിടക്കാൻ കുറേ വൈകിട്ടുണ്ടായിന്, നല്ലോണം വൈദ്യുതി ഇന്നലെ രാത്രി കിടക്കാൻ. രാവിലെ എണീക്കുകയും ചെയ്തു. ചിലപ്പോൾ ആ ഉറക്കെല്ലാം വൈദ്യൻ്റെ ആ ഒരു പ്രശ്നമായിരിക്കും. ചില സമയത്ത് എനിക്ക് ഉറക്കം വൈദ്യ കഴിഞ്ഞാലും ഇതുപോലെ ചെറുതായിട്ട് തലവേദന വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നത്, ചായയെല്ലാം കുടിച്ചിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നത്. രാത്രി വരെ ഇല്ല വ്ളോഗ് തന്നെ എടുക്കണമെന്ന് ഞാൻ മനസ്സിൽ ഭയങ്കരമായിട്ട് വിചാരിച്ചതാണ്. എനിക്കാണെങ്കിൽ പുറത്ത് പോകണമെന്നും ഉണ്ടായിന്. ഞാൻ അച്ഛനെ ഫോൺ വിളിച്ചിട്ട് അച്ഛൻ നമുക്ക് പുറത്ത് പോയിട്ട് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായതാണ്. നമുക്ക് എല്ലാവർക്കും കൂടി പുറത്ത് പോകാമെന്ന്. അച്ഛൻ നീലേശ്വരത്താണ് ഉണ്ടായത്. അപ്പം അച്ഛൻ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും പുറത്ത് പോകാമെന്ന് പറഞ്ഞാണ്. എനിക്കാണെങ്കിൽ ഫ്രൂട്ട് സലാഡ് കഴിക്കണം എന്ന് ഭയങ്കരമായിട്ടൊരാഗ്രഹം. അപ്പോൾ എല്ലാവർക്കും കൂടി പുറത്തെല്ലാം പോകാമെന്ന് വിചാരിച്ചത്. എനിക്കാണെങ്കിൽ തലവേദന ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ. ഇനി ചായയും കുടിച്ചിട്ട് നേരെ പോയി കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറെ ദിവസം കാണാം. അപ്പോൾ ഓക്കെ, ബൈ.